ഒരു 25 ഗ്രാം മുഹബത്ത്. ഈ ചായയിൽ ഇയാളൊരു സാധനം ഇട്ടുണ്ടെന്ന് അറിയാം. ചായപ്പൊടിയോ പഞ്ചസാരയോ പാലൊന്നുമില്ല. ഇതിൽ ഇയാളുടെ കൽബിൻ്റെ ഒരു പീസ് ഇട്ട്, അതാണ് ചായക്ക് ഇത്ര. ഇത് രണ്ടാമത്തെ ചായ രാത്രി കുടിക്കുന്നത്. അപ്പം ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, ആ കൊടുക്കുമ്പോൾ ഇതുണ്ടല്ലോ, അതും കൂടിയാണ് അതിന് രുചി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വാങ്ങിക്കാൻ ചായ കുടിക്കാൻ ഞാൻ തീർച്ചയായും ഒരിക്കൽ കൂടി വരും. ചായ ചായ മാറ്റല്ലേ? ഓക്കെ. രാവിലെ ഇവിടുന്ന് കൂടി ചായ ഇല്ലേ, എന്താ പറയാ, ആ ചായ മതി പോയി. ഇപ്പല്ലേ മനസ്സിലായി, പെണ്ണൊന്നും വേണ്ട വയനാട്ടിൽ വന്നു ചായ കുടിച്ചാൽ പോയി. ഒരു ക്ലബ് പോയ രൂപ കിട്ടി, ഈ സുഖം കിട്ടിയല്ല. ആ ചായ കുടിച്ച സുഖം ദുബായിൽ ഒരു ക്ലബ് കൂടിയാണ് കിട്ടിയില്ല, ഉള്ള പോലെ തന്നെ പറഞ്ഞു. അപ്പൊ മൂപ്പരോട് ഒരു ചായ, അതേ ചായ തന്നെ ഒന്ന് മേടിക്കും. അപ്പോ റിൻഷാദ് ഭായും ഞാനും മത്സരത്തിന് പോവാം. എവിടെ? ബാംഗ്ലൂർ. വീട് എനിക്ക് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞേ. നേരത്തെ അതേ ചായ അല്ലേ? പഠിച്ചിട്ട് ചായ കുടിച്ചില്ല, ഉള്ള ഓർത്തിനാണ്. അതിൽ പിന്നെ വന്നില്ല. ഇത് ആഡ് കൊടുക്കാൻ വേണ്ടിയാ. യൂട്യൂബിലൂടെ തിരക്കായിരിക്കും. റോഡിലൊന്നും ഒന്ന് റെഡിയാക്കി വെച്ചാൽ നിങ്ങൾ ചായ കുടിക്കുക. ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അവകാശം. അങ്ങനെ ഉണ്ടാക്കി തരണ്ട. ഒരു ഭാര്യ ഭർത്താവിനോടുള്ള കടമ എന്നുള്ള പറഞ്ഞ കുട്ടിയായാല നിങ്ങൾക്ക് നല്ല ചായ അങ്ങനത്തെ തരാന്നുള്ളത് നിങ്ങളൊരു കടമയാണ്. നിങ്ങൾ ഉമ്ര ചെയ്തോ? ചായ കൊടുത്താൽ മതി, ഉമ്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഉമ്ര ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ടവർ ഇത് കൊടുത്താൽ മതി. 8 10 ഉമ്ര ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഓരോന്ന് കൊടുത്തെങ്കിൽ അതിന്റെ ഉമ്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് ഒരു വണ്ടി ലോഡാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പോയിട്ടോ. ഞാൻ പോയിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരി, ലോഡ് ചെയ്തില്ല. എന്നാ ശരി കേട്ടോ. ഓക്കെ ഓക്കെ. ഹൈറാ. അൻവറേ, എനിക്ക് ചായക്കട എന്തോന്നു എടാ, ഈ ചായക്കടനെ കുറിച്ച് എന്ത് തോന്നുന്നു? എൻ്റെ അമ്മോ, അതായത് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ ഒരു കൂട്ടുകാരിയും കാമുകിയുമായ അമ്മുണ്ട്. അമ്മുവിൻ്റെ അടുത്ത് പോയുള്ള ഒരു അനുഭവമുണ്ട്. അൽഹംദുലില്ലാ. ശാലീന സുന്ദരിയായ എൻ്റെ അമ്മുവിൻ്റെ സാമീപ്യം പോലെ തോന്നി. സ്നേഹത്തിൻ്റെയും നന്മയുടെയും നൈർമല്യത്തിൻ്റെയും ഹൃദയവിശാലതയുടെ ഒക്കെ അങ്ങ് ഉപര വരുന്നത് ചോദിച്ചോളൂ. നിങ്ങളെ പേര് തരുന്നു. ഓ, നിങ്ങളെ പേര് തരുന്നു. ഓ, അബ്ദുറഹ്മാനിക്ക് എൻ്റെ ആ ചായയും കൂടി വന്നപ്പോൾ എന്താ അങ്ങോട്ട് പറയുക, ആനന്ദലബ്ധിക്ക് ഇനിയെന്ത് വേണം ഭവോ എന്ന് ചോദിച്ചില്ലേ, അതാണ് എൻ്റെ രാവിലെ അനുഭവം. ഡേ ആയി ചൂട് പറക്കുന്ന ചായ. എന്നൊരു പഴം ഒരു ചായ. ഞാനൊരു 10 എടുക്കാം. നിങ്ങളുടെ ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞ? കല്ലൂർ 66. കല്ലൂർ 66. കല്ലൂർ 66. ഇതാ അൻവർ ആ പഹയം പറഞ്ഞതല്ലോ. അൻവർ, ഈ സ്ഥലം എവിടെയാണെന്ന് അറിയോ? വയനാട് മുത്തങ്ങയിൽ എത്തുന്നതിന് കുറച്ച് മുമ്പേ, മുത്തങ്ങ എത്തുന്നതിന് കുറച്ച് മുമ്പേ കല്ലൂര് 66 64 66 ആ വയനാട്
വയനാട് മുത്തങ്ങ എത്തുന്നതിന് മുമ്പായിട്ട് കലൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 66 എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണിത് 66. അപ്പോൾ ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ശബരിമലയിൽ പോകുമ്പോൾ ബാബർ സ്വാമിനെ കാണുമെന്ന് പറയുന്നില്ലേ, അതുപോലെ വയനാട്ടിൽ വരുമ്പോൾ ഈ അബ്ദുറഹ്മാനിക്കാൻ്റെ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകാവും. അത് കലക്കി അൽഹംദുലില്ലാ. നിങ്ങളെ കൽപ്പിട്ടിട്ട് ചായ അതാ ഇത്ര ടേസ്റ്റ്. അൻവറ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വയനാട്ടിൽ വരുന്ന ഒരാളാണ്. കുറേ കാലമായിട്ട് ഇവിടെ ഈ മുത്തങ്ങ ഭാഗത്ത് വരുമ്പോൾ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയാറുണ്ടല്ലോ, പക്ഷെ ഇവിടെ വയറ് മാത്രമല്ല മനസ്സും നിറയും. നേരത്തെ അൻവർ പറഞ്ഞല്ലോ, കൽബിൻ്റെ ഒരു കഷ്ണം അബ്ദുറഹ്മാൻക്ക ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ചായയിൽ. അതായത് അൻവറ, അതായത് ഒരു 25 ഗ്രാം മുഹബത്ത്. 25 കറക്റ്റാണ്. ഒന്ന് വരി. നിങ്ങളൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, അതാണ് എനിക്ക് ഞങ്ങളാ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ ചായയിൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇടൂല്ലേ, അപ്പോൾ ഈ മുഹബത്ത് എത്ര ഗ്രാമാ, എത്ര സ്പൂണാണ് നിങ്ങളെ ചായയിലിടുന്നത്? ഉള്ള പറ, നിങ്ങളെ മുഹബത്ത് ഈ ചായയിൽ കലക്കിണ്ട് എത്രയുണ്ട് പറ, എത്രയുണ്ട് പറ. മുഹബത്താണ് ചായയിൽ വേണ്ടത്, മനസ്സിലായി. ഓക്കെ.